ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടി ജ്വല്ലറി ആൻഡ് കമ്മൽ കളക്ഷൻ്റെ വീഡിയോ ആണ്. അപ്പം ആദ്യം തൊട്ടേ എനിക്ക് കമ്മൽ ഒരു ക്രേസ് ആയിരുന്നു. അപ്പം ആദ്യം തൊട്ടേ ഉത്സവ പറമ്പിലും ഫാൻസിലൊക്കെ പോകുന്ന സമയത്ത് കുറേ കമ്മൽ ഇങ്ങനെ വാങ്ങി കൂട്ടുമായിരുന്നു. ഇപ്പം അത്രയ്ക്കൊന്നുമില്ല, എന്നാലും ചെറിയൊരു കളക്ഷൻ ഉണ്ട്. അപ്പോൾ ആ കളക്ഷൻസൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്നിട്ടുള്ള കുറച്ച് നെക്ലേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആദ്യം കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കമ്മൽ കാണാം. അപ്പോൾ എല്ലാം ബോക്സ് ആക്കിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഈ ബോക്സ് തുറക്കാം. എനിക്ക് ആദ്യം തൊട്ടേ ഉണ്ടായിരുന്ന ഒരു മാലയാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത്. ഒരു മുത്തുമാല പോലത്തെ ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന സൈസ് ഒരു മാലയാണ്. പക്ഷെ ഇത് ആദ്യമേ തൊട്ടേ എൻ്റെ അടുത്തുള്ളൊരു മാലയാണ് കേട്ടോ. ഇങ്ങനെയുള്ളൊരു മുത്തുമാലയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാവും. ഇത് ആദ്യമേ എൻ്റെ അടുത്തുള്ള ഒരു മാലയാണ് കേട്ടോ. ഞാൻ കളയാണ്ട് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഒരു മാലയാണ്. അപ്പോൾ അടുത്തത് ഞാനൊരു മാലയാണ് കേട്ടോ. ഇത് നമ്മൾക്ക് കല്യാണത്തിന് ഒക്കെ സാരിക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസ് ഒരു മാലയാണ് കേട്ടോ. ഇതിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. റീസെൻ്റ് ആയിട്ട് ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിയ മാലയാണ് കേട്ടോ ഇത്. ഇങ്ങനെ ഒരു പൂ പോലെ വരുന്ന സൈസ് മോഡലുള്ള ഒരു മാലയാണ് കേട്ടോ ഇത്. ഇതിങ്ങനെ നമ്മുടെ സിമ്പിളായിട്ട് നമുക്ക് ഡ്രസ്സിൻ്റെ കൂടെ ചുരിദാറിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന സൈസ് ഒരു മാലയാണ്. നെക്സ്റ്റ് വൺ ഒരു സിൽവർ ഷെയ്ഡിൽ വരുന്നൊരു നെക്ലേസ് പോലത്തെ ഒരു മാലയാണ് കേട്ടോ. ഇതൊക്കെ ഏകദേശം എല്ലാവരുടെ അടുത്തും ഉണ്ടാകുന്ന സൈസ് ഒരു മാലയാണ് കേട്ടോ. ധാവണീൻ്റെ കൂടെയും പട്ടുപാവാടേൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്നൊരു മാല. ഞാൻ അധികം യൂസ് ചെയ്യാത്തൊരു മാലയാണ് കേട്ടോ. ഞാൻ വാങ്ങിയിട്ട് ഇതുവരെ ഇട്ടിട്ടില്ല. ജസ്റ്റ് വാങ്ങി വന്നപ്പം ഒന്ന് ഇട്ട് നോക്കി എന്നല്ലാണ്ട് ഞാൻ ഇതുവരെ യൂസ് ചെയ്യാത്തൊരു മാലയാണ്. എൻ്റെ അനിയത്തി ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എല്ലാവരും രണ്ടെണ്ണം വാങ്ങിയിട്ട് കൊലുസായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ, നല്ല രസമുണ്ട്. പക്ഷെ ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പം ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചെയിനാണ് ഇൻവിസിബിൾ ചെയിൻ ആയിട്ടുള്ള മാല. അപ്പം അത് 2 ദിവസമായിട്ടുള്ളൂ എനിക്കിത് കിട്ടിയിട്ട്. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, ഇട്ട് നോക്കിയിട്ട് മാത്രമേ ഉള്ളൂ. പുറത്തേക്കൊന്നും പോകുമ്പോൾ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മാലയാണ് ഇൻവിസിബിൾ ചെയിൻ. അപ്പം ഇങ്ങനത്തെ പറഞ്ഞാൽ ഞാനും വാങ്ങി. നല്ല ഭംഗിയുണ്ടാവും. നമുക്ക് എന്തിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന സൈസ് മാലയാണ് കേട്ടോ. അങ്ങനെ ആ ബോക്സ് കഴിഞ്ഞിട്ടുണ്ട്. ആ ബോക്സിലുള്ള നെക്ലേസ് ഒക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് പെട്ടി നോക്കാം. അപ്പം ഇത് കുറച്ച് വലുതാണ്. ഇതിൽ കുറച്ച് നെക്ലേസ് ചോക്കർ പോലത്തെ സംഭവങ്ങളൊക്കെ ആണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് വണ്ടി ഈ മാലയാണ് കേട്ടോ. ഇതും അതേപോലെ തന്നെ ഞാൻ ഇതുവരെയും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെയും ഇട്ടിട്ടില്ലാത്തൊരു മാലയാണ്. ഇതുവരെ ഇട്ടിട്ടില്ലാത്തൊരു ചോക്ക ടൈപ്പ് മാലയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കൂടെ സെറ്റായിട്ട് തന്നെ ഇയറിങ്സും വരുന്നുണ്ട്. ഇതിൻ്റെ ഇയറിങ്സ് പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇയറിങ്സ് നല്ല സൂപ്പറാണ്. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മാല ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. കവർ തന്നെ ഇട്ട് സ്റ്റോർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റോൺസും കാര്യങ്ങളൊന്നും പോകാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ എങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ
വെറുതെ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോൺസൊക്കെ പോയി പോകും. അതുകൊണ്ട് അങ്ങനെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നീറ്റായിട്ട് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വൺ. ഇത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതും വേറൊരു മാലയും കൂടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 2 വട്ടം 1-2 വട്ടം യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടൊരു മാലയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെയും സെറ്റായിട്ട് കമ്മൽ വരുന്നുണ്ട് കേട്ടോ. സെയിം കമ്മൽ തന്നെ, ഈ സെയിം കമ്മൽ തന്നെ കാണിച്ചു തരാം. ഇതാ കമ്മൽ. പിന്നെ അടുത്തത് കണ്ടേ, അടുത്തതൊരു ചോക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മാലയാണ്. ഇത് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഗുരുവായൂർ പോയപ്പം ഇട്ട മാലയാണ് കേട്ടോ. നല്ല രസമുണ്ടാവും. സാരീൻ്റെ കൂടെ നമുക്ക് കുർത്തീൻ്റെ കൂടെ ഒക്കെ ഇട്ടാൽ നല്ല സൂപ്പറായിരിക്കും. ഒരു ഫങ്ഷനൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇതും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മാലയാണ്. ഇതിൻ്റെ കൂടെയും കമ്മലുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ചോക്കർ ടൈപ്പ് ഒരു മാലയാണ്. പക്ഷെ ഞാൻ അതിന് ശേഷം പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. അത് ഞാൻ ഇവിടുത്തെ ഫാൻസിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. അത് ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു ചോക്കറാണ്. അപ്പോൾ അത് പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം അത് കാണുമ്പോൾ തന്നെ എന്തിനാ ഇത്രയും വലുത് ഞാൻ വാങ്ങിയെന്നൊരു. അപ്പം ഞാൻ ഇത് കാണുമ്പോൾ വിചാരിക്കും ഇത് ഇത്രയും വലുതൊക്കെ ഞാൻ ഇല്ലായിരുന്നു എന്ന്. പക്ഷെ ഇത്രയും വലിയൊരു ചോക്കറായിരുന്നു ഞാൻ എൻഗേജ്മെൻറ്റിന് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കൂടെ സെറ്റായിട്ട് കമ്മലുണ്ട്, നെറ്റിച്ചുട്ടിയൊക്കെ ഉണ്ട്. കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയില്ലേ, അതുപോലെ അതിൻ്റെ കൂടെ തന്നെ പർച്ചേസ് ചെയ്ത വേറൊരു ചോക്ലേറ്റ് സെറ്റാണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വൺ. ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചോക്കറാണ്. ഇതും ധാവണീൻ്റെ കൂടെ പിന്നെ ചുരിദാറിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചോക്കറാണ് കേട്ടോ. എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടുള്ളതൊന്നുമല്ല. കൂടെ സെറ്റായിട്ട് ഇയറിങ്സ് ഉണ്ട് കേട്ടോ. ഒരു കുഞ്ഞ് ഇയറിങ്സ് ആണ്. ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ് ഇയറിങ്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഞാൻ ഫാൻസി സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു മാലയാണ്. ഇതാണ് കേട്ടോ അടുത്ത്. ഇതും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ഇട്ടിട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഇങ്ങനെയാണ് കേട്ടോ. ഒരു റോസ് ഗോൾഡ് മോഡലാണ് കേട്ടോ ഇത് വരുന്നത്. കാണുമ്പോൾ അത്ര ക്ലിയർ ആവുന്നില്ല, സിൽവർ പോലെ ആകുമ്പോൾ തോന്നുന്നു, പക്ഷെ റോസ് ഗോൾഡാണ്. ഇതിൻ്റെ കൂടെ ഇയറിങ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ ജ്വല്ലറി സെറ്റൊക്കെ കഴിഞ്ഞു. ഇനി ഇയറിങ്സ് കാണിച്ചു തരാം. അപ്പം ഈ പെട്ടിയിലാണ് ഞാൻ എൻ്റെ ഇയറിങ്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറ്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ് ഇത്. അപ്പം നെക്സ്റ്റ് വൺ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ജുമുക്കയാണ്. വേറൊരു ജുമുക്ക പീക്കോക്കിൻ്റെ ഇതൊക്കെ വരുന്ന
ക്യൂട്ടായിട്ടുള്ള ജിമിക്കാണ്. ഇത് അഗെയിൻ ഒരു ജിമിക്ക തന്നെയാണ്. അപ്പം അടുത്തതും ജിമിക്ക തന്നെയാണ്. നെക്സ്റ്റ് ഇങ്ങനെ റിങ് മോഡൽ വരുന്ന ഒരു കമ്മലാണ്. ഈ കമ്മൽ ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇയറിംഗാണ്. ഇതൊക്കെ കൂടുതലും നമ്മൾ ഉത്സവത്തിനും അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് വാങ്ങിയിട്ടുള്ളത്. കൂടുതലും ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ വാങ്ങിയിട്ടുള്ളത്. എപ്പോൾ എങ്ങനെയാണ് വാങ്ങിയെന്നുള്ളതൊന്നും ഓർമ്മയില്ല. അടുത്തത് നല്ല രസമല്ലേ, തട്ട് തട്ടായിട്ട് വരുന്നത്. അടുത്തത് ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇത് ഭയങ്കര ഒരു ഓൺലൈനിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കുത്തുന്ന ഗോൾഡൻ കളർ പോലെ തോന്നി. ഇത് ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഭയങ്കര എടുത്ത് പിടിക്കുന്ന കളർ. നെക്സ്റ്റ് ഒരു ജുമുക്കയാണ്. നെക്സ്റ്റ് ഒരു ബ്ലാക്ക് ജുമുക്കയാണ്. നല്ല ഭംഗിയില്ലേ? പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. നെക്സ്റ്റ് ഇത് ഒരു ക്യൂട്ടായിട്ടുള്ള കുട്ടി ജുമുക്ക. നെക്സ്റ്റ് ഇതും ഞാൻ കുറേ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ആദ്യം ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മലായിരുന്നു. അപ്പം ഞാൻ ഇടലില്ല, എന്നാലും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കൂടുതലും ഗോൾഡൻ കളേഴ്സാണ് കാണുക. കാരണം ഞാൻ ഫസ്റ്റ് പോകുന്നത് ഗോൾഡൻ കളേഴ്സിലേക്കായിരിക്കും. അതുകൊണ്ട് എൻ്റെ കയ്യിൽ കൂടുതലും ഉള്ളത് ഗോൾഡൻ കളേഴ്സിൻ്റെ കമ്മലാണ്. പിന്നെ ജ്വല്ലറി സെറ്റ് ആണെങ്കിലും എല്ലാം ഗോൾഡൻ കളറാണ് കൂടുതലുള്ളത്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. അത് 1-2 വട്ടം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നല്ല രസമുള്ളൊരു ജുമിക്കയാണ്. പക്ഷെ എനിക്ക് അധികം വട്ടം ഇടാൻ പറ്റിയില്ല. അതപ്പോഴത്തേക്കും പൊട്ടിപ്പോയി. ഗൈസ്. കണ്ടോ? സിൽവറിൽ കുറച്ച് ഇയറിങ്സ് മാത്രമേ ഉള്ളൂ. അത് കാണിച്ചു തരാം. ഇതെനിക്ക് കുഞ്ഞു ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു ക്യൂട്ടായിട്ടുള്ള ഇയറിംഗ് ആണ്. നെക്സ്റ്റ് ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഗൈസ്, എൻ്റെ കുട്ടി ജ്വല്ലറി ആൻഡ് കമ്മൽ കളക്ഷൻ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.